ഒരു വലിയ വീട്. ആ വീടിൻ്റെ മുമ്പിൽ 3-4 വാഹനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ചെരുപ്പുകൾ പുറത്തുണ്ട്. അപ്പോൾ യാദൃച്ഛികമായി അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് സുഹൃത്ത് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ ഒന്ന് സന്ദർശിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ട്. പോരാൻ നേരം അവിടുത്തെ കുടുംബനാഥൻ പറഞ്ഞു, ഉള്ളിലൊന്ന് വരണം, എൻ്റെ ഭാര്യ 26 വർഷമായി തളർന്നു കിടക്കുകയാണ്. നമ്മുടെ ആലുവയിലെ ഒരു വീട്, അവിടെ ഒരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത് 23 വർഷമായി തളർന്നു കിടക്കുന്നുണ്ട്. ഒരു വലിയ പണ്ഡിതനാണ് അയാൾ. അള്ളാഹു അദ്ദേഹത്തിന് രോഗം ശമനമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ഖുതുബയൊക്കെ നടത്തിയ മദ്രസയിലൊക്കെ പഠിപ്പിച്ചൊരു അധ്യാപകനാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെയാണ് കിടക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെയൊക്കെ കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും തമാശയൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു പോയി, നമ്മളൊക്കെ അങ്ങനെയുള്ളവരെ എപ്പോഴോ പോയി കാണേണ്ടതായിരുന്നു എന്ന് തോന്നുകയാണ്. പക്ഷെ അവരുടെയൊക്കെ ഒരു കരുത്തെന്ന് പറയുന്ന, അവിടെ ഒരാൾ കിടക്കണ്, അല്ലെങ്കിൽ ഞങ്ങളാകെ പരീക്ഷണം, അതൊന്നുമില്ല. കുട്ടികൾ കളിക്കുന്നുണ്ട്, വീട്ടുകാർ വളരെ ഹാപ്പിയാണ്, അദ്ദേഹവും ഹാപ്പിയാണ്. അതൊക്കെ എങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കിയാൽ അതിൻ്റെയൊക്കെ പിന്നിൽ പടച്ചവൻ്റെ ഒരു ബർക്കത്തും പടച്ചവനെ കുറിച്ചുള്ളൊരു ഓർമ്മയും. പരീക്ഷണത്തിൻ്റെ ഒരു കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഇസ്ലാം നൽകുന്നത്. പരീക്ഷണം വരൂല എന്നല്ല, നിങ്ങൾക്ക് നല്ലോണം വരും, എല്ലാവർക്കും വരുന്നതിനേക്കാൾ വരും. അപ്പോൾ നിങ്ങൾ പതറരുത് എന്നാണ്. അദ്ദുന്യ ദാറുൽ ഇഖ്തിബാരി. നമ്മളുടെ വീട്, ദുനിയാവ് നമ്മളുടെ വീടാണ്, നമ്മളുടെ ഒരു താൽക്കാലിക വീടാണ്. ആ വീട്ടിൽ നമ്മൾ 60-70 കൊല്ലമൊക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. ആ വീട് ഒരു പരീക്ഷണത്തിൻ്റേതാണ്. അതിനു വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്ത ഒരു വീടാണിത്. കാരണം അൻ അബീ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നദ് ദുനിയാ ഹൽവത്തുൻ ഖദിറത്തുൻ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് മധുരമുള്ളതും അതുപോലെ കാണാൻ സൗന്ദര്യമുള്ളതുമാണ്. കാരണം ഹൽവത്തും ഫിൽ മദാഖി ഖദിറത്തുൻ ഫിൽ മർഅ, കാണുന്നതിലും രുചിക്കുന്നതിലും മധുരവും സൗന്ദര്യവുമുള്ള. തുഷ്ബിഹു ഫിൽ മൈൽ ഇലൈഹ അൽ ഫാക്കിഹ അൽ ഹൽവ ത്വരിയ മദാഖിഹ അൽ ഖദിറത ഫി ലൗനിഹ, കളറിൽ പച്ചപ്പ്. അതേപോലെ നമ്മൾ കഴിക്കുന്ന എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും അതിൻ്റെ കളറിനനുസരിച്ചുള്ളൊരു മധുരം, അതിൻ്റെ രുചി ഉള്ളിലുണ്ടാവും. അത്രത്തോളം മധുരവും സുന്ദരവുമാണ് ഈ ലോകം. പക്ഷേ വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും, അള്ളാഹു നിങ്ങളെ ഒരു പിൻതലമുറയുടെ പ്രതിനിധി ആക്കിയിട്ടുണ്ട്. ഫിഹ, അതിൽ. ഫയൻദുറു, അവൻ നോക്കുന്നു. കൈഫ തഅമലൂൻ, നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നമ്മൾ ഈ ലോകത്ത് പടക്കുക എന്ന് പറയും. അപ്പോൾ നമ്മളൊരു കുട്ടിയെ ഓടാൻ വേണ്ടി ട്രാക്ക് വരച്ച് അവിടെ നിർത്തിക്കഴിഞ്ഞ് ഓൺ യുവർ മാർച്ച് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആ കുട്ടി ഓടിക്കൊള്ളണം എന്നാണ്. ആ ഓട്ടത്തിൽ അവൻ എത്രത്തോളം അവൻ ഓടി ട്രാക്ക് തെറ്റാതെ പോണുന്നുണ്ടോ ആ ഫിനിഷിംഗ് പോയിൻ്റാണ് അവൻ്റെ ഓട്ടത്തിൻ്റെ ഫിനിഷിങ്. ഇതേപോലെ അള്ളാഹു മധുരവും സുന്ദരവുമായ ഒരു ലോകം നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ട് ഒരു ട്രാക്ക് വരച്ച് നിങ്ങളെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിർത്തിയിട്ടുള്ളത് നിങ്ങൾ ഒരു പരീക്ഷണത്തിൻ്റെ ഓട്ടത്തിലാണ്. എന്നാൽ അത് നിരീക്ഷിക്കുന്ന റബ്ബ് നമ്മളെ കൃത്യമായ ഡാക്റ്റിലോഗ്രാഫി ആകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സെൻസറാകട്ടെ, ചിപ്പാണോ, അതൊക്കെ അള്ളാഹ്ക്കേ അറിയുള്ളൂ. അത് നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണത്തിൻ്റെ ലോകമാണ് എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ പരീക്ഷണമില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ചെറിയ സങ്കടങ്ങൾ ഉണ്ടാവുക. 2 അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാവ്. അള്ളാഹുവിൻ്റെ ഭൂമുഖത്ത് നമ്മൾ മാത്രമല്ല പരീക്ഷീണിതർ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോകുന്ന ഒരാൾ, ഒരു 10-42 പേര്, അപ്രതീക്ഷിതമായി ഒരു അപകടം നമ്മളുടെ കുറ്റിപ്പുറത്ത് സംഭവിക്കുകയാണ്.
ആ കാഴ്ച കണ്ടു കഴിഞ്ഞ് ആ വാഹനം 2 ഭാഗമായി പിളർന്ന ആ 13 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സ്കൂൾ ഗ്രൂപ്പിൽ അതെത്തിയത്. ഞാൻ അന്ന് കോട്ടക്കൽ ഒരു പരിപാടി ഉണ്ട്, അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്ന സമയമൊക്കെയാണിത്. ഞാൻ അവരെ വിളിച്ചു ചോദിക്കട്ടെ എന്ന് കരുതി. ഒരു വലിയ അപകടം നടന്നിട്ടുണ്ടല്ലോ, എത്രയോ ആളുകൾ മരിച്ചു കാണുമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു ട്രാക്ക് തെറ്റലാണല്ലോ. പക്ഷേ ആ വാർത്ത വന്നപ്പോൾ കേൾക്കാൻ കഴിഞ്ഞ് കോഴിക്കോടുള്ള ഒരാൾ മരണപ്പെട്ടു, 4 പേർ ഗുരുതരാവസ്ഥയാണ്, 42ഓളം ആളുകൾ ബസ്സിലുണ്ടായിരുന്നു. എങ്ങനെ ഒരു പരീക്ഷണം നമ്മളുടെ നടുക പിളർത്തി വരുന്നു എന്നുള്ളത് ഏത് സെക്കൻഡുകളുമാകാം. അത് കാർ ആക്സിഡൻ്റ് ആകാം, ഇനി ഒന്നുമില്ലെങ്കിൽ ഇപ്പം നമ്മളുടെ മല പൊട്ടി വന്ന് ഇപ്പം അടുത്ത് ഒരുപാട് പൊട്ടലുകൾ കേൾക്കുമ്പോൾ അവിടെ ഇങ്ങനെ ആ ഒരു വെള്ളവുമായി അവിടേക്ക് കയറി വന്ന വാഹനം ഒഴുകി വരുമ്പോൾ ആ 2 ആളുകൾ ആ ടയറിൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോരുന്നത് നമ്മളിങ്ങനെ കാണുമ്പോൾ ചിലരൊക്കെ പറഞ്ഞത് ആ ആയുസ് ദൈവം നീട്ടിയിട്ട് കൊടുത്ത തന്നെയാണ് അല്ലേ. അങ്ങനെയൊക്കെ പലതുകൊണ്ടും നീണ്ടു പോവുകയാണ് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് ടെസ്റ്റുകൾ നടത്തുമ്പോൾ ആ റീടെസ്റ്റുകളിലൊക്കെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. ആ റീടെസ്റ്റുകളിലൊക്കെ നമ്മൾ വിജയിക്കണം. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുത്തുനബിയുടെ അടുക്കൽ ചെന്നു. വഹുവ യുഅഖു, അദ്ദേഹത്തിന് പനിയുണ്ട്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക ലതുഅഖു വഅകൻ ശദീദ, താങ്കൾ പനി ബാധിച്ചിട്ട് നല്ല വേദന കൊണ്ട് നിങ്ങൾ പൊളയുന്നുണ്ടല്ലേ? ഖാലൻ നബിയു, നബി പറഞ്ഞു, അജൽ അതെ, ഇന്നി ഉഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്ന് 2 ആൾ അനുഭവിക്കുന്ന വേദന ഞാൻ സഹിക്കുകയാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, ദാലിക അന്ന ലക അജ്റൈൻ, പ്രവാചകരെ അത് നിങ്ങൾക്ക് അള്ളാഹു 2 പുണ്യം തരാൻ വേണ്ടിയാണോ? റസൂലുള്ളാഹി പറഞ്ഞു, അജൽ അതെ, ദാലിക കദാലിക, നീ ആ പറഞ്ഞതുപോലെ സംഭവിക്കാൻ വേണ്ടി തന്നെയാണ് പ്രവാചകനായ എനിക്ക് നിങ്ങൾ സാധാരണക്കാരായ 2 ആൾ അനുഭവിക്കുന്ന വേദന ഈ ഒരാളായ എനിക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് പറയാം, മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദാ, ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഉപദ്രവകരമായി ബാധിക്കുന്നു, ഷൗക്കത്തുൻ, അല്ലെങ്കിൽ ഒരു മുള്ളു തറക്കുന്നു, ഫമാ ഫൗഖഹ, അതിൻ്റെ മുകളിലുള്ള ആണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്ന് പതിക്കുകയോ, മരം വന്ന് കടപുഴകി വീഴുകയോ, അല്ല ഹാസ്പറ്റോസ് പൊട്ടിത്തെറിച്ച് പാറിപ്പറന്ന് നമ്മളെ തലയിൽ വീഴുകയോ ഒക്കെ സംഭവിച്ചാൽ, ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹി, അവൻ്റെ പാപങ്ങൾ അള്ളാഹു അവന് മായ്ച്ചു കൊടുക്കും. കമാ തഹത്തു അശ്ശജറത്തു വറഖഹ, ഒരു മരം ഉണങ്ങുമ്പോൾ അതിൻ്റെ ഇലകൾ ഓരോന്നായി പൊഴിഞ്ഞു പോകുന്നത് പോലെ ജീവിതത്തിലെ പാപങ്ങളുടെ ഇലകൾ അതിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നു എന്നാണ്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലത്ത് ബാധിക്കുന്ന, ഈ ഒരു സമയത്ത് ഒരു 3-4 ആഴ്ചകളിലായി ബാധിക്കുന്ന പനിയുടെ തലേ ദിവസം കനത്ത ശരീരവേദനയാണ്. ഞാനും അനുഭവിച്ചതാണ്. കനത്ത ശരീരവേദന, നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇവിടെ എന്താന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്നോട് സ്കൂളിലെ ഒരു കുട്ടി വന്ന് പറഞ്ഞു, സാർ ഞാൻ മിനിഞ്ഞാന്ന് കുറേ മണലേറ്റിയിരുന്നു, അതുകൊണ്ടാണെന്നറിയില്ല എനിക്ക് നിൻ്റെ ശരീരം വല്ലാത്ത കോച്ചി വലിക്കുന്ന വേദന. അപ്പോൾ ഞാനത് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ഒരു പനി വരുന്ന ലക്ഷണമാണ്, എന്തായാലും നീ കാത്തിരിക്കണ്ട, നീ വീട്ടിൽ പോയിട്ട് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് തേടിക്കോന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ശക്തമായ പനി വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഈ പനി 2 ദിവസം കൊണ്ട് മാറും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 ദിവസം മിണ്ടാനും കൂടി വയ്യ. ഒരു സഹോദരൻ പറയാ, ഹലോ എന്ന് പറയുമ്പോഴേക്ക് എവിടേക്കാണ് വേദനിക്കണമെന്ന് പറയാൻ പറ്റില്ല. അത്രയും ശരീരത്തിൽ വേദന അനുഭവിക്കുന്ന പല രോഗങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഓർക്കുക, അള്ളാഹു ഒരു മരത്തിലെ ഇല കളയുന്നത് പോലെ നമ്മളുടെ പാപങ്ങളെ അവൻ മായ്ച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ക്ഷമാലു ആയിത്തീരുക. 3, അൽ മുഅ്മിനു അംറുഹു കുല്ലുഹു ഖൈറുൻ, ഒരു വിശ്വാസിക്ക് എന്തും ഖൈറാണ്. നമ്മൾ ഖൈറു ഷർറു അള്ളാഹുവിൽ നിന്നാണെന്ന് ഒരു അഖീദയുടെ ഭാഗമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കാണേണ്ടത് എന്തും ഖൈറാണ്. എങ്ങനെ? അൻ സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു അൻഹു ഖാല
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജബൽ ലിഅംറിൽ മുഅ്മിൻ, വിശ്വാസിക്ക് എങ്ങനെയാണ് അത്ഭുതകരമായി വരുന്നത്. അംറഹു കുല്ലഹു ഖൈറുൻ, അവന്റെ എല്ലാം നന്മയാണ്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇങ്ങനെയുള്ള ഒരു സന്തോഷ നിമിഷം വിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല. ഇൻ അസ്വാബതുഹു സറ, അവനെ ഞെരുക്കം ബാധിച്ചാൽ സറ, അവന് സന്തോഷം ബാധിച്ചാൽ ശക്കറ, അവൻ ശുക്ർ പറയും. നമുക്ക് സന്തോഷമുണ്ടായാൽ, നമ്മളുടെ മകൻ്റെ വിവാഹം കഴിഞ്ഞു, മകളുടെ വിവാഹം കഴിഞ്ഞു, നമ്മുടെ ജോലി ശരിയായി, അവർക്ക് കുഞ്ഞുണ്ടായി, നമ്മളുടെ വീട്ടിലേക്ക് പുതിയ അതിഥിയായി വന്നു, നമുക്ക് കൊച്ചു വീട്ടിലായിരുന്നു, പടച്ചോൻ്റെ അനുഗ്രഹത്താൽ ഒരു പുതിയ വീട് നമുക്ക് വാങ്ങാനായി. അങ്ങനെ ഓരോ ദിവസവും നമ്മളുടെ മനസ്സ് വെറുക്കാതെ നിറച്ച് കൊണ്ടുവരുന്ന ഒരാളാണ് പടച്ചോൻ എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ ആ പടച്ച റബ്ബിന് നമ്മൾ എന്ത് ചെയ്യും? നന്ദി പറയും. അൽഹംദുലില്ലാ ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്. നമ്മളെപ്പോഴും ആര് ചോദിച്ചാലും വിഷമതകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാകും, നമുക്ക് ബാധ്യതകളുണ്ടാവും, ഒക്കെ അൽഹംദുലില്ലാ ഖൈറാണ്, കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല അവനെ സംബന്ധിച്ച് എന്തെങ്കിലും ഞെരുക്കം ബാധിച്ചാൽ, എന്താണ് ലറാ? അശ്ശിദ്ദത്തു കൽ ഫഖരി, ദാരിദ്ര്യം, അല്ലെങ്കിൽ വൽ മറദ്, രോഗം, വൽ അലം, വേദന, ഇവ വന്നു കഴിഞ്ഞാൽ സ്വബറാവൻ ക്ഷമിക്കും. എന്നിട്ട് പറയാം ഫകാന ഖൈറൻ ലഹു, അത് അവന് ഗുണകരമാണ്. ഇപ്പം നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു അഞ്ചാറ് ആളുണ്ട്, 7, 6, 8 ആളുണ്ട്. ആർക്കും കുഴപ്പമൊന്നുമില്ല. നമ്മളാണ് വീട്ടിൽ ഏറ്റവും പ്രയാസം ആൾ നമുക്ക് പ്രായമായി കാണും ചിലപ്പോൾ. അപ്പം നമ്മൾ മാത്രമാണ് പ്രയാസം സഹിക്കുന്നത്, ബാക്കിയുള്ളവർക്കൊന്നുമില്ല. അപ്പം നമ്മൾ പൊതുവേ എന്ത് ചെയ്യുന്നറിയോ, നമുക്കൊരു ദേഷ്യം വരാനുണ്ട്. ആ ദേഷ്യം നമുക്ക് പ്രായമായിട്ടോ അല്ലെങ്കിൽ വിഷമതകൾ വന്നിട്ടോ, അപ്പം നമ്മൾ വിചാരിക്കും ബാക്കിയുള്ള 7 ആളും ഇങ്ങനെ തിന്നുക, 7 ആളും ഇങ്ങനെ നടക്കുക, 7 ആളും ഇങ്ങനെ ഉറങ്ങുക, ഓലൊക്കെ എല്ലായിടത്തും കയറി പോവുക, ഞാൻ ഇങ്ങനെ. അപ്പം എന്ത് ചെയ്യുന്നത്, നമ്മൾ പരമാവധി വെറുപ്പുണ്ടാവും. അതൊക്കെ ആരോടാ തീർക്കറിയോ? ഈ ആരോഗ്യമുള്ള ആൾക്കാരോട് തീർക്കും. അവ ചൂടാവും. അപ്പോൾ അവർ പറയും വല്ലാതെ എടുത്തേക്ക് പോകണ്ട, ഇടയ്ക്കിടയ്ക്ക് എപ്പോഴേലൊക്കെ പോയാൽ മതി, ഭയങ്കര ദേഷ്യത്തിലാണ്. അതോടുകൂടി എന്താ പറയുക, നമുക്ക് നമ്മളെ നോക്കാനുള്ളവരും കൂടി അകന്നു പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകരുത്, നമ്മൾ ക്ഷമിക്കുക. അസുഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ അബ്ദുൽ കരീം ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് പ്രായം ചെന്ന ആളുകൾ ചെല്ലുമ്പോൾ പറയും, ഡോക്ടറെ തലക്ക് അത്, ചെവിക്ക് ഇങ്ങനെ ഇതില്ല, പിന്നെ ഇവിടെ. അപ്പോൾ മക്കൾ ഇങ്ങനെ തോണ്ടും രോഗികളാവും. അപ്പം എല്ലാം കൂടി പറഞ്ഞാൽ ഒരു ലോഡ് ഗുളികരും ഉണ്ടാക്കിങ്ങളെന്ന് പറയുണ്ടാവും. ഇതൊന്നും ഉണ്ടാകുന്ന എന്ന് പറഞ്ഞിട്ട് എല്ലാ രോഗവും പറയും. അപ്പോൾ എല്ലാ രോഗവും പറയുമ്പോൾ ഡോക്ടർ കുറേ കഴിഞ്ഞിട്ട് ചിരിച്ചിട്ട് പറയും, പിന്നെന്തിനാ അപ്പം ഞാൻ ഇവിടെ ഇരിക്കണേ, ഞാൻ ഇത് കുഴൽ വെച്ച് നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് നോക്കട്ടെ, അല്ലാതെ അവിടെ വേദനിക്കണം ഇവിടെ, അതൊക്കെ പ്രായമാകുമ്പോൾ നമുക്ക് ഉണ്ടാകണതാണ്, അതൊന്നും ഒരു രോഗമായിട്ട് കണക്കൂട്ടരുത് എന്ന് പറയുന്നത് കൊണ്ട് കുറേ പ്രായം ചെന്നവർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അസുഖം ഭേദമാകാൻ വേണ്ടി ചികിത്സിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ കുറേയൊക്കെ മാനസികമായിട്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്. സ്വബറ ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ് ക്ഷമിച്ചാൽ. അപ്പോൾ രോഗങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ അത് ക്ഷമിക്കുകയും നന്ദി പറയാൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, അവള് എനിക്ക് തോന്നുന്നു വലിയൊരു ടൗണിലൊന്നുമല്ല, അവള് നീറ്റിൽ 682 റാങ്ക് വരികയും അവൾക്ക് പ്രതീക്ഷിച്ച ഒരു മെഡിക്കൽ കോളേജിൽ MBBS കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രാദേശിക ചാനലുകാരൻ ചെല്ലുക, അങ്ങനെയൊക്കെ ചുറ്റിട്ട് അവൾ പറയാണ്, എൻ്റെ ഈ വിജയത്തിന്റെ അടിസ്ഥാന അവന്റെ കാരുണ്യമാണ്, എൻ്റെ പിതാവാണ് എന്റെ മാനത്, ഈ വിജയമൊക്കെ കിട്ടാനൊരു കാരണമായത്. ഇത്രേ കുട്ടികൾ ജയിച്ച് പഠിച്ച് ഉഷാറായിട്ട് പോകുമ്പോൾ പിതാവിനോട് നന്ദി പറയുകയും ഈ ഭൂമുഖത്തുള്ള 2 ആളുകളോട് അതുള്ള നന്ദി പറയുന്നതൊക്കെ വളരെ ബോധ്യമുള്ളവരാണല്ലോ. അൽഹംദുലില്ലാ, നമുക്കതിൽ സമാധാനിക്കാം. മൂന്നാമത്തേത് നമ്മളൊക്കെ അള്ളാഹു നമുക്കൊക്കെ നിർണയിച്ചു വെച്ചിട്ടുള്ള പദവികളുണ്ട്. നിങ്ങളൊന്നും നിസ്സാരക്കാരല്ല. നമ്മൾ ജനിച്ചു, നമ്മൾ ജീവിച്ചു, തെറ്റുകൾ പ്രയാസങ്ങൾ
നൽകി. നമ്മൾ ചിലപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട പുതിയാപ്പള വന്നപ്പോൾ അവന് നമ്മളുടെ പെങ്ങളെയോ നമ്മുടെ മകളെയോ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം നന്മ ഉദ്ദേശിച്ച് ചെയ്ത് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ വേണ്ടത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. അല്ല, നിങ്ങൾക്കൊക്കെ ഉന്നതമായ പദവി തന്നെ ഉണ്ടാകും. ആ പദവികളുടെ പ്രത്യേകത അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു, ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കുകയില്ല. യുസിബ് മിൻഹു എന്നതുകൊണ്ട് ഉദ്ദേശം മഅനാഹു യബ്തലി ബിൽ മസ്വാഇബ്, പലതരത്തിലുള്ള വിപത്തുകൾ പരീക്ഷിക്കും. അതിന്മേൽ അവൻ അതുകൊണ്ട് പുണ്യം കിട്ടണം. പാപത്തിൽ നിന്ന് അവൻ ശുദ്ധീകരിക്കപ്പെടണം. അവന്റെ പദവി അതിന്റെ കുറച്ചുകൂടി നോക്കിക്കഴിഞ്ഞാൽ മുഖ്ലിസിനെ പോലെ തന്നെ താഇബ് തൗബ ചെയ്യുന്നയാള്, പിന്നെ അതേപോലെ തന്നെ ഖുർആൻ 100 ആയത്തെങ്കിൽ 100 ആയത്തെങ്കിൽ ഓതുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവന് ഖാനിത്ത്, കൂടുതൽ ഭക്തൻ, മുത്തഖി, ഇതൊക്കെ വെറുതെ പറയാനുള്ളതല്ല. ആ പറഞ്ഞതിനനുസരിച്ചുള്ള പേരുകൾക്കനുസരിച്ചുള്ള കാറ്റഗറിയിലെ സ്വർഗ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അതിനുള്ള കാരണങ്ങളാണ് ഒന്ന്, പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് അള്ളാഹു പദവി ഉയർത്തുക എന്ന് പറയുന്നത്. 5 അൽ ബലാഉ ഖദ് യകൂനു ലിതക്ഫീരി അസ്സയ്യിആത്ത്. നമ്മുടെ ജീവിതത്തിലെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിതം തുടങ്ങിയതെങ്കിലും ചിലപ്പോൾ ഭൗതികപരമായ കാഴ്ചകൾ കൊണ്ടോ ഭൗതികപരമായ സാഹചര്യങ്ങൾ കൊണ്ടോ ചില തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുള്ളവരാകാം മനുഷ്യന്മാർ എന്ന് കരുതി മതരംഗത്ത് നിന്ന് ആരും തിരിച്ചു പോയിട്ടില്ല, തിരിച്ചു പോകാൻ മുതിരാറുമില്ല. അൻ അബീ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഹമ്മിൻ യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിനെ ബാധിക്കുന്നില്ല. എന്താണ് അവനെ ബാധിക്കുമ്പോൾ എന്താണ് അവന് സംഭവിക്കുന്നത്? അവന് മിൻ നസബിൻ, നസബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഅബിൻ ഫീ അഅമാലിൽ ഖൈർ, കുറേ ഹലാലായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ശാരീരികമായ വല്ലാത്ത ക്ഷീണം വരും. ചില ആളുകളൊക്കെ പറയാറുണ്ട്, കുറേ കാലമായി ഇത് നയിച്ചണ്, എന്നാണ് ഈ നയിപ്പൊന്ന് തീർന്നു കിട്ടുക? ഇല്ല, അത് തീരൂല. അതിങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഓരോരോ നയിപ്പുകൾ നമുക്കിങ്ങനെ കഠിനാധ്വാനങ്ങൾ വരും. ആ കഠിനാധ്വാനം ചെയ്യുന്നില്ല. വലാ വസ്വബിൻ, വസബ് എന്ന് പറയുന്നത് വജഉൻ മുസ്തമിറുൻ ലാസിമിൽ സാഹിബിഹി, അതിൻ്റെ ഉടമക്കുണ്ടാകുന്ന ദീർഘദുഃഖങ്ങൾ. ചിലപ്പോൾ കണ്ണില്ലാത്ത കുഞ്ഞ്, അല്ലെങ്കിൽ കാലില്ലാത്ത കുഞ്ഞ്, അല്ലെങ്കിൽ നമ്മളുടെ ഭാര്യ നിത്യരോഗിയാകുക, 26 കൊല്ലോ 30 കൊല്ലോ ഒക്കെ. അപ്പോൾ അതെന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായ ദുഃഖമായിരിക്കാം. ചിലപ്പോൾ ദീർഘകാലം തീരെ മക്കൾ ഉണ്ടായില്ല. അങ്ങനെയൊക്കെ പല പരീക്ഷണങ്ങൾ, ദീർഘദുഃഖങ്ങളും അതുപോലെ താൽക്കാലികമായ ശാരീരിക ക്ഷീണങ്ങളും ഒരാൾക്ക് ബാധിക്കാതിരിക്കുകയില്ല. വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ, ഹമ്മുൻ എന്നതുകൊണ്ട് ഉദ്ദേശം ഹുവൽ ഇഗ്തിമാമു മിൻ അംരി മുസ്തഖ്ബലിൻ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ ഇഗ്തിമാമു മിൻ അംരിൻ ഫായിത്തിൻ, നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ കുറിച്ചിട്ടുള്ള ഓർത്തുള്ള ദുഃഖങ്ങൾ. മുമ്പൊക്കെ നമ്മൾ ആരായന് വലിയ വലിയ തറവാട്ടുകാരനായി അല്ലേ, ഇപ്പൊ കണ്ടില്ലേ നമ്മൾ. അങ്ങനെ ചിന്തിക്കുന്ന ദുഃഖങ്ങളും അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും, അതുപോലെ ജോലി ചെയ്തത് നിരന്തരമായ ജോലിയുടെ പേരിലുള്ള സങ്കടങ്ങളും ക്ഷീണങ്ങളും സ്ഥിരമായ ദുഃഖങ്ങളും ഒരാളെ ബാധിക്കാതിരിക്കുകയില്ല. ഹത്ത ശൗക, മുള്ളു മുതൽ യുശാഖുഹ, നിങ്ങൾക്ക് പരാതി പറയാൻ പറ്റുന്ന ചെറിയൊരു മുള്ളു തറക്കുന്നത് പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ,
അവൻ്റെ പാപത്തിൽ നിന്ന് അള്ളാഹു അവന് മാപ്പ് കൊടുത്തിട്ടല്ലാതെ ഇതൊന്നും ലോകത്ത് സംഭവിക്കുകയില്ല. എന്താണ് പറഞ്ഞത്? പെട്ടെന്ന് ചുരുക്കി പറയാം. അഥവാ ഒരു വിശ്വാസിയെ ബാധിക്കുന്നു ശാരീരികമായ ജോലി എന്നും ചെയ്തതിൻ്റെ ക്ഷീണം, ചിലപ്പോൾ എന്തെങ്കിലും സ്ഥിരമായ ദുഃഖം, നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക. മക്കൾ ആൺകുട്ടികളൊന്നുമില്ല, ഇനിയിപ്പോൾ ആരാ നോക്കുക, അങ്ങനെ വെറുതെ നമ്മൾ കുറേ ആശങ്കിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരാശങ്ക, പ്രധാനമായ ആശങ്ക എന്താ? സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ? ആശങ്ക ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു, നമ്മളുടെ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന അവൻ്റേതായ ദുഃഖം, ആ ദുഃഖത്തിന് ഒരിക്കലും എന്തല്ല, പരിഹാരമില്ലാത്തതല്ല. അവനിങ്ങനെ ഓർക്കും. അതൊക്കെ വരുന്നുവെങ്കിൽ ഓർക്കുക, റബ്ബ് നിങ്ങളുടെ ആ സെക്കൻഡുകൾക്കൊക്കെ പകരം നിങ്ങളുടെ പാപത്തെ പൊറുക്കാനും നിങ്ങൾക്ക് പദവി ഉയർത്തിത്തരാനും അള്ളാഹു തയ്യാറാണ് എന്നാണ്. ആറാമത്തേത് അന്നഹിയു അൻ തമന്നിൽ ബലാ, പരീക്ഷണത്തെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുക. ഇപ്പം നമ്മൾ കുറേ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ, പരീക്ഷണം വരിക നല്ലത്, എന്നാൽ സ്വർഗത്തേക്ക് പോകാം. ഇപ്പം നമ്മളെ മിനായിൽ തീ പിടിച്ചപ്പോൾ പട്ടാളക്കാർ കുറേ ആൾ അങ്ങോട്ടാക്കുമ്പോൾ കുറേ ആൾ ആണ്ട് പോയേനല്ലോ. മിനായിൽ തീ പിടിച്ചാണ് മരിച്ചാൽ സ്വർഗം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ നമുക്ക് പരീക്ഷണം ചോദിച്ചു വാങ്ങാനോ പരീക്ഷണത്തിലേക്ക് പ്രതീക്ഷിക്കാനോ പാടില്ല. അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫാ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അയ്യാമിഹി അല്ലതി ലഖിയ ഫീഹാ അൽ അദുവ ഇൻതളറ ഹത്താ മാലത്തി ശംസു സുമ്മ ഖാമ في الناس فقال أيها الناس لا تتمنوا لقاء العدو. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രതിരോധിച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വരും പ്രതിരോധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെല്ലാവരും പ്രതിരോധിക്കണമെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ വേണ്ടി കാത്തുനിന്ന് വൈകുന്നേരമായപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇന്നത്തെ നിപ്പ് വെറുതെ ആയല്ലോ, ആരും വന്നില്ലല്ലോ. ഇന്നിപ്പോൾ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നിട്ട് ഒരാളും വന്നില്ല, ഇന്നിപ്പോൾ വെറുതെ ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ അവരെ കാത്തിരുന്ന സമയം ശംസ് സൂര്യൻ മായാറായി. ആ ഘട്ടത്തിൽ പ്രവാചകൻ എഴുന്നേറ്റു നിന്നു. അയ്യുഹന്നാസ് ലാ തതമന്നൗ ലിഖാ അൽ അദുവി, നിങ്ങൾ ഒരിക്കലും ശത്രുവിനെ കണ്ടുമുട്ടാൻ പൂതി വെക്കരുത്. വസ്സലുല്ലാഹൽ ആഫിയ, വേം മരിച്ചിട്ട് ആ സ്വർഗം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേം മരിച്ചാൻ പൂതിയക്കല്ലേ. നിങ്ങൾ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആയുസ്സാരോഗ്യത്തിന്. ഫഇദാ ലഖീതുമൂഹും, നിങ്ങൾ അവരെ കണ്ടുമുട്ടുമ്പോൾ നാം മരിച്ചാലോ എന്ന് വിചാരിക്കണ്ട. ഫസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക. വഅലമു അന്നൽ ജന്ന തഹത ളിലാലിസ് സുയൂഫ്, സ്വർഗത്തിന്റെ പ്രാധാന്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാനോ പ്രയാസപ്പെടുത്താനോ വരുമ്പോൾ പ്രതിരോധം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ പ്രതിരോധത്തിന്റെ തണലിലും നിങ്ങൾക്ക് സ്വർഗമുണ്ട്. പക്ഷേ അങ്ങനെ വന്നേ മതിയാകൂ. വരണം എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന് സങ്കടപ്പെടരുത്. നിങ്ങൾ ആയുസ്സാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് നമുക്കെന്താ ബാധകമാണ്. കാരണം എന്തറിയോ, നമ്മളിപ്പോൾ പ്രബോധന പ്രവർത്തന രംഗത്ത് നമ്മൾ വളരെ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ചില പ്രദേശങ്ങളിൽ നമുക്ക് പരീക്ഷണം നേരിട്ടു എന്ന് വരാം, ചില നാട്ടിൽ പരീക്ഷണം നേരിട്ടില്ല എന്ന് വരാം, ചിലപ്പോൾ സുഖസുന്ദരമായി എന്ന് വരാം. അപ്പോൾ നമ്മളെപ്പോഴും ആരോഗ്യപരമായ സമീപനങ്ങൾ എങ്ങനെ നമുക്ക് ലഭ്യമാകുമ്പോഴും അതിന് അള്ളാഹുവിനോട് എപ്പോഴും ഹംദ് പറയണം. അത് ശരീരമായാലും മാനസികമായാലും പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നിർബന്ധമാണ് എന്ന് നമ്മൾ പൂതി വെക്കാൻ പാടില്ല. അന്നഹിയു അനി ദുആഇ ബിതഅജീലിൽ ഉഖൂബതി ഫിദ്ദുനിയ, ശിക്ഷ വരാൻ വേണ്ടി ദുആ ചെയ്യരുത്. ഏഴാമത്തേതാണ് അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ റജുലൻ മിനൽ മുസ്ലിമീൻ. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ ഖദ് ഖഫത് ഫസ്വാറ മിസ്ലൽ ഫർഖ്, നല്ല തടിച്ച ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. മൂപ്പര് പനി വന്ന് ആകപ്പാടെ ശരീരമൊക്കെ ചുങ്ങി ഒരു കോഴിക്കുഞ്ഞിനെ പോലെ ആയി മാറിയിട്ടുണ്ട്. ഫഖാല ലഹു റസൂലുള്ള ചോദിച്ചു, അല്ലോ അവന് എന്ത് പറ്റിയടോ? ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയാഹു. റസൂലുള്ളയാണല്ലോ. റസൂൽ ചോദിച്ചു, അല്ല എനിക്ക് ഇങ്ങനെ ചുങ്ങിപ്പോകാൻ ഈ പടച്ചോനോട് എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞീനോ? ചിലപ്പോൾ തടി ഉറക്കണേ റബ്ബേ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ.
അല്ലേ? മുമ്പ് ആരോ പിന്നെ ഒരു കഥയായിട്ട് പറയാറുണ്ട്, വെള്ളം കുടിച്ച് മരിച്ചനെ എന്ന് കാരണം മരിച്ചാൽ നേരം അങ്ങനെയൊക്കെ പറയല്ലേ, മരിച്ചാൽ നേരം പഠിച്ചവനെ വെള്ളം കിട്ടി മരിച്ചനെ, മുമ്പ് കയറ്റി ചാടിയാണല്ലോ മരിച്ചേ. അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുകയല്ലേ മനുഷ്യന്മാർ. അപ്പോൾ റസൂൽ ചോദിച്ചു, അള്ളാഹിനോട് എന്തെങ്കിലും പറഞ്ഞീനോ? അപ്പോൾ മൂപ്പർ കുറേ ഇങ്ങനെ റസൂൽ ചോദിച്ചതിൻ്റെ ഉദ്ദേശം മൂപ്പർക്ക് മനസ്സിലായി. അപ്പം അദ്ദേഹം പറഞ്ഞു, റസൂൽ ചോദിച്ചെന്തറിയോ, ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാഹു, ഈ എന്തെങ്കിലും ചോദിക്കേ പറയേ വല്ലതും ചെയ്തീനോ അള്ളാഹിനോട്? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം നബിയെ, അതെ, കുന്തു അഖൂലു, ഞാൻ ദ്വാർന്ന കൂട്ടത്തിലൊരു ദ്വാ പറഞ്ഞിരുന്നു. എന്ത്? അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ, നീ എന്നെ ദുനിയാവിൽ എത്ര ശിക്ഷിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ, ദുനിയാവിൽ എത്ര ശിക്ഷിച്ചാലും കുഴപ്പമില്ല, ആഖിറത്തിൽ ഇജ്ജിന്നെ ശിക്ഷിക്കരുത്. അതുകൊണ്ട് ഇജ്ജിന്നെ ദുനിയാവിൽ നിൻ്റെ ശിക്ഷ എളുപ്പത്തിൽ കാക്കിക്കോ, ഞാൻ എന്ത് പരീക്ഷണം തന്നാലും ഞാനത് സഹിച്ചോളാന്ന് പരലോകം വിചാരിച്ച് പറഞ്ഞു പോയിനു. അപ്പോൾ റസൂല പറഞ്ഞു, ആ പറഞ്ഞത് നിന്നെ ബാധിച്ചു എന്നാണ്. അപ്പം റസൂലിനോട് ചോദിക്കുക, റസൂലേ, ഞാനിപ്പോൾ ഈ കോഴിക്കുഞ്ഞിൻ്റെ മാതിരി ഇനിയിപ്പോൾ പഴയ മാതിരി ആകണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നീ പറഞ്ഞോ. റസൂല പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലാ തുതീഖുഹു വ ലാ തസ്തഖിഉഹു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആഖിറത്തിൽ ശിക്ഷ ഉണ്ടാകണം, ഇവിടെ ശിക്ഷ, അങ്ങനെ നമ്മൾ പറയരുത്. നമുക്ക് ഇവിടെ ശിക്ഷ തരണം, ആഖിറത്തിൽ വേണ്ട, ഇവിടെയും വേണ്ട, പടച്ചോനെ ഹൈറ് തരണേന്നേ പറയാവൂ. ഇത് റസൂല പറഞ്ഞു, നീ എന്ത് ചെയ്യാ? തിരിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഏതാണത്? അല്ലാഹുമ്മ, നീ പറയണം, ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ ഹസനത്തു തരണേ, വഫിൽ ആഖിറതി ഹസനതൻ, ആഖിറത്തിലും ഹസനത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുക. വഖിനാ അദാബന്നാർ, നരകാഗ്നിയിൽ നിന്ന് ശിക്ഷ നൽകണേ എന്നും നീ ഉടനെ പ്രാർത്ഥിക്കൂ. ഖാല, അദ്ദേഹം പറയാം, അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, ലഹു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഫശഫാഹു, അദ്ദേഹത്തിന് ആ രോഗം ശിഫയായി. നോക്കൂ നിങ്ങൾ, വല്ലാത്തൊരു അല്ലേ? കാരണം നമ്മളിപ്പോൾ പടച്ചോനോട് സ്വർഗം വിചാരിച്ചിട്ട് പടച്ചോനെ ഇവിടെ നരകാക്കിയാലും കുഴപ്പമില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ നിങ്ങൾ പറയരുത്. അതിന് റസൂല പറഞ്ഞ പ്രാർത്ഥനയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത്. നമ്മളെ തഖ്വ കൂടിയിട്ടുണ്ടല്ലോ ചിലപ്പോൾ അങ്ങനെ ഒരാക്കൽ പാടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറയാണ്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ലാ തതമന്നൗ ലിഖാ അൽ അദുവി എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ തൊട്ടു താഴെ ഇത് പറയാൻ കാരണം, നിങ്ങൾ ഒരിക്കലും ദുനിയാവിനെ ശത്രുവായിട്ട് കാണരുത്. ദുനിയാവിനെ ശത്രുവായിട്ട് കാണുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ആ ദുനിയാവ് ശത്രുവാണ്, അതുകൊണ്ട് നമുക്ക് പരലോകമാണ് മിത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പാടില്ല. അപ്പോൾ പരീക്ഷണത്തിൽ നമ്മൾ പതറാതിരിക്കാൻ മാനസികമായ ശക്തിയോടൊപ്പം പതറുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാതിരിക്കുക. അസ്സുബ്റു അലൽ ബലാഇ ത്വരീഖൻ ഇലൽ ജന്ന, നമുക്കെന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ ആ സമയത്ത് നമ്മൾ ക്ഷമിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള പാത വെട്ടിത്തെളിച്ച് തരികയാണ്. സ്വർഗപാത എന്നൊന്നും പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലമയുടെ കാലത്ത് കുറേ സഹാബികൾ ഓൾറെഡി ദുനിയാവിലെ സ്വർഗത്തിലായിരുന്നു. ഓൾറെഡി ഓലൊക്കെ ദുനിയാവിലെ ഒരു സ്വർഗത്തിലായിരുന്നു അധികം ആളുകളും. അവരൊക്കെ പിന്നീട് അതൊക്കെ ഇട്ടെറിഞ്ഞ് പോന്ന് ഇസ്ലാമിൻ്റെ പാതയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പിറകെ വന്നതുകൊണ്ടാണ് നാടും തറവാടും പിന്നെ വലിയ വലിയ സ്വർഗത്തോപ്പുകളൊക്കെ നഷ്ടപ്പെട്ടത്. അപ്പോൾ അവർക്ക് അതറിയാം, ഇതൊക്കെ താൽക്കാലികമാണ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് ദീർഘമായി കിട്ടാണ്ട്. അപ്പോൾ ആ കിട്ടാവുന്നതിലേക്കുള്ള എളുപ്പം എങ്ങനെ കിട്ടിയാലും കുറച്ച് ഗതിയിട്ടാലും വേണ്ടില്ല, എനിക്കത് കിട്ടണം. അൻ അത്വാ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ലാഹ് ഖാല ഖാല ലീ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു പെണ്ണിനെ, സ്വർഗത്തിൽ അർഹയായ ഒരു സഹോദരിയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. ഖുൽതു, ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ബലാ, കാണിച്ചു തരൂ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാ, ഈ ഇരുനിറമുള്ള ഈ സഹോദരിയാണ്. ഈ സഹോദരി സ്വർഗത്തിന്റെ അവകാശിയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത്തത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം,
ആ സഹോദരി മുത്തുനബിയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉസ്റഉ, പ്രവാചകരെ ഞാൻ അപസ്മാര രോഗം ബാധിച്ച് ഞാൻ ബോധക്ഷയമായി വീഴാറുണ്ട്. വ ഇന്നി അതകശഫു, എനിക്കപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ വസ്ത്രം പോവുകയും നഗ്നത വെളിപ്പെടുകയും ചെയ്യാറുണ്ട്. ഫദ്ഉല്ലാഹ ലീ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഖാല, പറഞ്ഞു, ഇൻ ശിഅ്തി, നീ ഉദ്ദേശിച്ചാൽ, സ്വബർത്തി, നീ ക്ഷമിക്കുകയും ചെയ്താൽ, വലക്കിൽ ജന്ന, നിനക്ക് സ്വർഗമാണ്. വ ഇൻ ശിഅ്തി, നീ ഉദ്ദേശിച്ചാൽ, ദഅൗതുല്ലാഹ, ഞാൻ അല്ലാഹുവിനോട് ദുആ ഇരുന്നാൽ, യുആഫീകി, നിനക്ക് ശമനം നൽകുവാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യാം. ഫഖാലത്തിൽ മർആ, സ്ത്രീ പറഞ്ഞു, അസ്ബിറു, ഞാൻ ക്ഷമിക്കുകയാണ് റസൂലേ, ഞാൻ ക്ഷമിക്കുകയാണ്. ഫഖാലത്ത്, അവൾ പറഞ്ഞു, ഇന്നി അതകശഫു ഫദ്ഉല്ലാഹ ലീ അല്ലാ അതകശഫ ഫദഅ ലഹാ. പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ വസ്ത്രം നീങ്ങി പോകാറുണ്ട് പ്രവാചകരെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആ സഹോദരിക്ക് വേണ്ടി ദുആ ഇരക്കുകയും ചെയ്തു, ശമനം നൽകണേ. നമ്മൾ പലപ്പോഴും നമ്മൾ ഈ പൊതു സഭയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഈ അപസ്മാര രോഗം വിളിച്ച ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പള്ളിയിൽ അസർ നിസ്കാരത്തിന് പോയി. അപ്പോൾ അസർ നിസ്കാരത്തിന് ചെന്ന് നിസ്കാരത്തിൻ്റെ ഇടക്ക് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം നെട്ടി, കാരണം ഞാൻ അവിടെ അപരിചിതനാണ്. പക്ഷെ ആ നാട്ടുകാർക്ക് പരിചിതനാണ്. അവർ പെട്ടെന്ന് 2 ആൾ പിറകിൽ പോയി സൊഫിൽ നിന്ന് പോകുന്നത് കണ്ടു. പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ഈ 2 ആളും ഒക്കെ സൊഫ് തന്നെ തുറന്ന് നിസ്കരിക്കുന്നുണ്ട്. വേറെ ഒരാൾ അവിടെ ഇങ്ങനെ വിശ്രമിക്കണം കാണുന്നുണ്ട്. അപ്പോൾ എനിക്കും ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നുമില്ല, ഇവിടെ ഒരു ഹോട്ടൽ ജീവനക്കാരനാണ്, അദ്ദേഹം അപസ്മാര രോഗിയാണ്. വരുമ്പോൾ പള്ളിക്കുന്ന കായൽ ഞങ്ങൾ അദ്ദേഹത്തെ അറിയിക്കേയില്ല. അദ്ദേഹം പെട്ടെന്ന് ബോധരഹിതനായി വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ആരാണോ പരിചിതർ വേഗം ചെന്നിട്ട് ഒരു സ്ഥലത്ത് കിടത്തി ഫാൻ ഇട്ടിട്ട് ആരും അവിടെ കൂടി നിൽക്കില്ല. എല്ലാവരും അവിടെ നിന്ന് മെല്ലെ കുറച്ച് ദൂരത്തേക്ക് മാറി അദ്ദേഹത്തിന് ഫ്രീ എയറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ അല്പം കാത്തിരുന്ന അദ്ദേഹം മെല്ലെ എഴുന്നേക്കുമ്പോൾ ഞങ്ങളെ ആരും കാണൂല, കാരണം ഞങ്ങളാരും അവിടെ ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ മെല്ലെ അങ്ങോട്ടും നീങ്ങാണ്. അങ്ങനെ അദ്ദേഹം വേഗം നിസ്കരിക്കാൻ വരും. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഒരു റക്അത്ത് നിസ്കരിച്ചില്ല. പിന്നെ ഞാൻ പിന്നെയും അവിടെ ബാക്കിലായിണല്ലോ. എങ്ങനെ ഇപ്പോൾ അതൊന്നും എന്താ പറയുക, ഞങ്ങൾ ഈ അപസ്മാര രോഗി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ടെൻഷൻ അപസ്മാരമല്ല. ഈ അപസ്മാരം എവിടുന്നെങ്കിലും സംഭവിച്ചാൽ പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഈ ആൾക്കൂട്ടം, അത് വല്ലാത്തൊരു സങ്കടം. പ്രത്യേകിച്ച് അവരുടെയൊക്കെ മക്കൾ ഇത് കാണുമ്പോണ്ടല്ലോ വല്ലാത്ത. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ എപ്പോഴും ആൾക്കാരോട് പറയും, എല്ലാവരും പിരിഞ്ഞു പോയി, ഒന്ന് എയർ കൊള്ളട്ടെ എന്ന് പറയാം. കാരണം എന്താ അറിയോ, അതൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. തലച്ചോറിലേക്ക് പോയെന്ന ഒരു സിഗ്നൽ, ആ സിഗ്നൽ ഒരു തിരിച്ചു വരാനുള്ള അടുത്ത ട്രെയിനിങ്ങിൻ്റെ ഒരു താമസമാണ്. ചിലപ്പോൾ ഓപ്പറേഷൻ കൊണ്ട് ശരിയാവും. പക്ഷേ റസൂലുള്ളാഹിൻ്റെ കാലത്ത് സഹോദരിക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി പറയണേ, നീ ഉദ്ദേശിച്ചാൽ നീ ഒന്ന് പൂതി വെച്ചാൽ മതി, അള്ളാഹ് എനിക്ക് സ്വർഗം തരും. നീ ഒന്ന് പൂതി വെച്ചാൽ മതി. ഇതൊന്ന് ശഫാസ്ത്രീ പറയാം, ഞാൻ ക്ഷമിച്ചു റസൂലെ. അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഇതൊന്നും മുതലോ സമ്പത്തോ ചികിത്സൻ്റെ ഒന്നും ബന്ധമല്ല ഇതിൽ. അത് ഉണ്ടെങ്കിൽ അതങ്ങനെ ഉണ്ടാവും. ചിലപ്പം മാറും, ചിലപ്പോൾ നമ്മൾ എന്തെന്നറിയോ, എങ്ങോട്ടും പോരണ്ട പെട്ടെന്ന് അപസ്മാരം ഉണ്ടായാൽ അത് കുടുംബത്തിന് ചീത്തപ്പേര ഒന്നും പറയരുത്. അവരൊക്കെ കൊണ്ടുപോകുക, അപ്പം എന്താണോ സംഭവിക്കണം അപ്പം അതിനനുസരിച്ച് അവർക്ക് ട്രീറ്റ് ചെയ്യുക. പക്ഷേ അവർ ഒന്നും കാണാതിരിക്കരുത്, കുടുംബത്ത് പോകാതിരിക്കുകയും ചെയ്യരുത്. അത് നമുക്ക് അള്ളാഹ് അങ്ങനെ തന്നാന്ന് വിചാരിക്കട്ടോ. 9 അൽ ഈമാന ബിൽ ഖളാഇ യുഹവ്വിനുൽ ബലാഅ, നമുക്ക് അല്ലാഹുവിൻ്റെ ഖദറില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. 4 മക്കൾക്ക് അസുഖമാവും ചിലപ്പോൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ഹദീസ്, ഒരു വിഷയ സംബന്ധമായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ സദസ്സിന്ന് ഒരാൾ പറയാണ്, ഞാൻ ഈ പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മരുമകൾക്ക് കേൾപ്പിക്കാനാണ്. കാരണം അവളുടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു വൈകല്യം, കണ്ണിനോ കാതിനോ കാലിനോ, അല്ലെങ്കിൽ ശരീരം മൊത്തം പൊളിഞ്ഞു പോവുക, തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോവുക. ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ എത്തിക്കണം, ശരീരം മുഴുവൻ പൊളിഞ്ഞു പോവുകയാണല്ലോ ഒക്കെ. അങ്ങനെയൊക്കെ വരാം അല്ലേ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല
ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്? യഖൂലു കതബല്ലാഹ്, യഖൂലു നബി പറഞ്ഞു, കതബല്ലാഹു, അല്ലാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, മഖാദീറൽ ഖലായിഖി, സൃഷ്ടികളുടെ കണക്കുകൾ, ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, ബിഖംസീന അൽഫ സന, 50,000 കൊല്ലം മുമ്പ്, ആകാശഭൂമികൾ പടക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് ഭൂമുഖത്ത് സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന സൃഷ്ടികളുടെ കൃത്യമായ രേഖപ്പെടുത്തപ്പെട്ട അവരുടെ വിധി വിവരങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമ്മൾ നോക്കൂ, നമ്മളൊക്കെ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടില്ലേ? ലോകത്ത് നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടില്ലേ? ഇന്ന് ഇപ്പം ഞങ്ങളെ സ്കൂളിലൊരു മാഷ മോള് ഇന്നാണ് പ്രസവിക്കപ്പെട്ടത്. ആ കുട്ടി, അങ്ങനെ ലോകത്ത് ഇന്ന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഡാക്ടിലോഗ്രാഫി ഉണ്ടല്ലോ. അതായത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഡാക്ടിലോഗ്രാഫി അപ്ഡേറ്റഡ് ആണ്. ഇന്ന് സൃഷ്ടിക്കപ്പെട്ട കുട്ടിയുടെ വിരലറ്റവും വ്യത്യസ്തമാണ്. കുറേ ആയി, ഇനി അത് നിർത്ത്, അത് വയസ്സായി എന്നൊന്നുമില്ല. അള്ളാഹ്ക്ക് വയസ്സാണല്ല, ഉറങ്ങണില്ല, ഉണർന്നിരിക്കുന്നവനാണ്. ലോകത്ത് ഇന്നൊരു കുഞ്ഞ് ജനിച്ചാലും ആ കുഞ്ഞിൻ്റെ വിരലറ്റം അപ്ഡേറ്റഡ് ആണ്, വേറെ തന്നെ വ്യത്യസ്തവുമാണ്. അപ്പോൾ നോക്കൂ, ഇത് അറിഞ്ഞുകൊണ്ടുള്ള പ്രതിഭാസങ്ങളാണ്, റബ്ബറിഞ്ഞുകൊണ്ടുള്ള ചലനങ്ങളാണ്, റബ്ബറിഞ്ഞുകൊണ്ടുള്ള മഴയാണ്, റബ്ബറിഞ്ഞുകൊണ്ടുള്ള വെള്ളവും, റബ്ബറിഞ്ഞുകൊണ്ടുള്ള രോഗങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ വിധിയിൽ, ഖദാ ഖദറിൽ വിശ്വസിക്കുമ്പോൾ നമ്മളുടെ വിഷമതകൾ റബ്ബ് കണക്കാക്കിയതാണെന്ന് സമാധാനിക്കാനാകും, അല്ലേ? റബ്ബ് ഇപ്പോൾ ഇന്ന് വായിച്ചു പത്രത്തിൽ, ഒരു പ്രവാസിയായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഉറപ്പിച്ച് നാട്ടിലേക്ക് വരികയാണ്. അടുത്ത മാസം 12-ാം തീയതി അദ്ദേഹം റൂമിൽ നിന്ന് മരണപ്പെട്ടു. വേറെ സങ്കടങ്ങളും മറ്റു പ്രയാസങ്ങളും, ഹൃദയസ്തംഭനം, ഒരുപാട് ആളുകളുടെ ഹൃദയസ്തംഭനം, മരണങ്ങൾ നടക്കുകയാണ്, വിധിയാണ്. ആ കുടുംബം വല്ലാതെ സങ്കടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് വായിക്കുമ്പോൾ. കാരണം മോള് കൈ കൊടുക്കാനുള്ള വാപ്പയാണ് വരുന്നത്. ആ വാപ്പ മോക്കുള്ള കുറേ ഗിഫ്റ്റൊക്കെ ഇട്ടാൽ പോരുന്നത്, ഒക്കെ അവിടുന്ന് കുടുംബങ്ങളൊക്കെ വാങ്ങിയൊക്കെ റെഡിയായി കൊടുത്തിട്ടുണ്ടല്ലേ. പക്ഷെ എന്താണ്, ഇനി വാപ്പ എന്നല്ല, വാപ്പാൻ്റെ മയ്യത്ത് വരികയാണ്. ആ വീട്ടിലാണ് ഇനി കാര്യങ്ങളൊക്കെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നടക്കല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്രതീക്ഷിതങ്ങളാണ്. പരീക്ഷണങ്ങൾ റബ്ബ് തന്നോട്ടെ, കുഴപ്പമില്ല, പക്ഷേ പുണ്യമേ പ്രതീക്ഷിക്കാവൂ, പിരാഗരെ. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാതിയും പ്രയാസങ്ങളുമായി പലരും വരും. വന്ന കൂട്ടത്തിൽ 3 കുഞ്ഞുങ്ങളും ലോകത്തോട് വിട പറഞ്ഞ ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മ നബി തങ്ങളോട് പറഞ്ഞു, റസൂലേ, 3 കുഞ്ഞുങ്ങളും വഫാത്തായി പോയി. പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആ ഉമ്മയോട്, ലാ യമൂതു ലിഹദാകുന്ന, നിങ്ങൾക്കാർക്കും മരിക്കുന്നില്ല, സലാസത്തുൻ 3 മിനൽ വലദി, കുട്ടികളിൽ നിന്ന്, ഫതഹ്തസിബഹു, നിങ്ങൾ അതുകൊണ്ട് പുണ്യമാഗ്രഹിച്ചു, ഇല്ലാ ദഖലത്തിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. ഫഖാലത്ത്, അപ്പോൾ പറഞ്ഞു, ഇംറഅത്തും മിൻഹുന്ന, ആ കൂട്ടത്തിൽ നിന്ന് വേറെ ഒരു ഉമ്മ പറഞ്ഞു, റസൂലേ അവിസ്നൈൻ, എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് പോയത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ. ഖാല നബിയു അവി ഇസ്നൈൻ, അതേ ആവട്ടെ 2 ഫലസ്തീനിലെ ഉമ്മമാരൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ചിരിക്കണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക ഓൽക്കൊന്നും ഒരു സങ്കടമല്ല. അല്ല, ആശുപത്രികളിൽ നിന്നൊക്കെ ചിലപ്പോൾ 3 കുഞ്ഞുങ്ങളും ചിലപ്പോൾ തുടർച്ചയായിട്ട് ആശുപത്രിയിൽ ഇൻക്യുബേറ്റർ പോയിട്ടോ, കറണ്ട് പോയിട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പെല്ലറ്റർ എറിഞ്ഞിട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത് പൊട്ടിയിട്ടൊക്കെ മരണപ്പെട്ട, ഭർത്താവുമില്ല, മക്കളുമില്ല. ചില കുട്ടികൾ ബാപ്പല്ല, ഉമ്മ ഉണ്ട്, ചിലത് ഉമ്മ കിടക്കുക, ബാപ്പ മരിച്ചു പോയിക്കണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കേ ഓലൊക്കെ വല്ലാത്തതാണെങ്കിലും ഓല് എന്താണെന്നറിയല, ക്ഷമൻ്റെ നെല്ലിപ്പടികളൊന്നും ഓല് പറയല്ല, ഓല് ക്ഷമിക്കലാണ്. ആരോടും അതിനെക്കുറിച്ച് പരാതികളും പരാധീനതകളൊന്നും അവരാരും
ഇതുവരെ പറഞ്ഞിട്ടില്ല. കുറച്ച് കരയും, അത് കഴിഞ്ഞാൽ 2 കൈ പൊന്തിച്ചു എന്നല്ല, അതുപോലെ ക്ഷമയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആശ്വാസമായിരിക്കാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂലു പറയുന്നതായി, ഇന്നല്ലാഹ ഖാല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഖുദ്സിയായ ഹദീസാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വചനം ഖൗല് അതേപോലെ വന്നതാണ് ഖുർആൻ. എന്നാൽ ആശയം വരികയും പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്ത അതാണ് ഖുദ്സിയായ ഹദീസ്. വലാത്ത് എന്താണ് പറഞ്ഞത്? ഇദാ ഇബ്തലൈതു അബ്ദി, എൻ്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ, ബി ഹബീബത്തൈഹി, 2 എണ്ണത്തെ കൊണ്ട്, ഫസ്വബറ, അവൻ ക്ഷമിച്ചു, അവ്വലതുഹു മിൻഹുമാ അൽ ജന്ന, ആ 2നും പകരം ഞാൻ അവന് സ്വർഗം കൊടുക്കും. ഇവിടെ ഹബീബത്തൈഹി 2 പ്രിയപ്പെട്ടവരെ കൊണ്ട്, 2 പ്രിയപ്പെട്ടവരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഐനൈനി, 2 കണ്ണുകളാണ് അവിടെ ഉദ്ദേശം. ഒരുപാട് അന്ധരെ കാണാം, ഒരുപാട് കണ്ണില്ലാത്ത ആളുകളെ കാണാം അല്ലേ? കണ്ണില്ലാത്ത ആളുകൾ 99% നല്ല ശബ്ദത്തിൻ്റെ ഉടമകളാണ്. ഞാൻ തിരൂർക്കാട് പള്ളിയിൽ പോയി, അവിടെ അസറിന് ഇങ്ങനെ കാത്തിരിക്കുക, കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിലിരിക്കുമ്പോൾ എൻ്റെ മുന്നിലൊരു കുട്ടി ഇരിക്കുന്നുണ്ട്, ചെറിയ കുട്ടിയാട്ടോ, അന്ന് പോകാൻ വലിയ ആളായി. അപ്പോൾ എന്നോട് ഇങ്ങനെ തിരിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ധനാന്ന് മനസ്സിലാക്കി. നടക്കണമെന്നും കണ്ട അന്ധനല്ല, കാരണം അവൻ പള്ളിയിൽ പോകുന്നുണ്ട്, സ്വിച്ച് ഇടുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ വാങ്ക് കിട്ടണോ? അപ്പോൾ ഒരു 8 വയസ്സായ കുട്ടീൻ്റെ വാങ്ക്, നമ്മൾ പൊതുവേ മൈക്ക് ഓണാക്കിയിട്ടുണ്ടല്ലോ ഒരു വാങ്ക് കൊടുക്കൽ. പള്ളിക്കൽ ഉസ്താദ് പറയാം, ജു കൊടുക്കൊണ്ടിയാണ്, ഓനൊരു കൊടുക്കലല്ലേ, ചിലപ്പോൾ ശ്വാസം ഒന്നായിട്ട് ഇടക്ക് വെച്ചാൽ നിൽക്കുകയൊക്കെ ചെയ്യില്ലേ. അങ്ങനെ കാത്തിരിക്കുമ്പോണ്ട് പിന്നെ റിയാദിലെ പള്ളിയിൽ നിന്ന് കേട്ട ഒരു ബാങ്കുണ്ട്. ആ ബാങ്ക് ഇങ്ങനെ ഈണങ്ങനെ എന്താ പറയുക, ഒരു സംഗീതാത്മക ശബ്ദത്തിൽ ഇങ്ങനെ കടന്നു പോവുക. അങ്ങനെ ബാങ്കൊക്കെ കഴിഞ്ഞ് ഞാനിരുന്ന് കുഞ്ഞിനോട് ചോദിച്ചു, ഞാൻ തിരൂർക്കാട് ഇതാണ്, ഞാൻ ഷെരീഫ് മോലിൻ്റെ പേരൊക്കെയാണ്, ഞാൻ കണ്ണ് കാണൂല, ഞാൻ റിയാദിലായിരുന്നു പഠിച്ചിന്, എൻ്റെ അപ്പി അവിടെയാണ്, അവിടുന്ന് കേട്ട് പഠിച്ചാണ്. നിങ്ങൾ നമ്മളൊക്കെ വിചാരിച്ച് പഠിച്ചോനെ ഓന് കണ്ണില്ലല്ലോ, പക്ഷേ ഓൻ്റെ മാതിരി വാങ്ങി കൊടുക്കാൻ നമ്മൾ 50 കൊല്ലം കൊടുത്താലും എത്തൂല. അപ്പോൾ പലപ്പോഴും അന്തർന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു വലിയ പരീക്ഷണമൊക്കെ കാരണം തോന്നും, പക്ഷേ അവർ കാരണമായിരിക്കും ചിലപ്പോൾ നമ്മളെ നമ്മളെ പെരിയും നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? റസൂല് പറഞ്ഞു എന്നല്ല ഇവിടെ പറഞ്ഞേ, പറഞ്ഞിട്ടുണ്ട്, 2 കണ്ണില്ലാതെ പരീക്ഷിക്കപ്പെട്ടാൽ, സ്വബറാവൻ ക്ഷമിച്ചാൽ, അവ്വലതുഹു മിൻഹുമാ ജന്ന, അവർക്ക് പകരമായി സ്വർഗം കൊടുക്കും. ഹദീസ് റിപ്പോർട്ട് ചെയ്തത് പിന്നെ ഇമാം മുസ്ലിമാണ്. ഇമാം മുസ്ലിം സഹിയായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, സ്വർഗ്ഗത്തെ നമുക്ക് സുഖമൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാഹ്, സ്തുതിക്കാം നമുക്ക്. പക്ഷേ ഇത് സ്വർഗ്ഗാന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. നമ്മളിത് സ്വർഗ്ഗമാക്കാൻ വേണ്ടി ഒരുപാട് മെനക്കെടൽ, ഒരുപാട് ചില നാട്ടിലൊക്കെ പെരപ്പണി അങ്ങനെ നടക്കുന്നുണ്ട്, ഭയങ്കര പെരപ്പണിയിൽ പോണോലും വരുന്നവരും ഒക്കെ പറയും, എന്തിനാ പഠിച്ചവനെ ഈ ചങ്ങായിക്ക് ആകെ 6 ആൾ, എന്തിനാണ് ഈ പെരാന്നൊക്കെ ചോദിക്കൂലേ. അങ്ങനെ നടക്കണത് കാണാം. അവസാനം പലപ്പോഴും അങ്ങനത്തെ വീട്ടിൽ താമസിക്കാൻ പിന്നെ മനസ്സ് അനുവദിക്കാറില്ല. അല്ലെങ്കിൽ എന്താ പറയുക, കുറേ കുടുംബങ്ങളെ അവിടെ കൊടുന്ന് താമസിപ്പിക്കും. കാരണം ഒരു സങ്കടമാണ്, ഈ സുഖമൊക്കെ നമുക്ക് എന്താ അർഹത. അത് ബോധ്യം വരുമ്പോഴേക്ക് നമുക്കൊരു 40 വയസ്സ് 45 വയസ്സൊക്കെ ആകുമ്പോഴേ ബോധ്യം വരുള്ളൂ. കുട്ടിക്കാലം എന്നൊക്കെ പറയണത് അങ്ങനെയല്ലേ, ഒരു എനർജറ്റിക് കാലമല്ലേ, എല്ലാം അങ്ങനെയാണ്. അപ്പോൾ വലിയ സുഖങ്ങൾ, പിന്നെ വലിയ നല്ല പണം ചെലവഴിച്ച നല്ല ഭക്ഷണങ്ങൾ, നല്ല താമസങ്ങൾ, അങ്ങനെ നമ്മൾ പലപ്പോഴും അങ്ങനെ അടിച്ചു കയറിപ്പോകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് സങ്കടം വരും. ചിലപ്പോൾ നമ്മളെ പടച്ചോ അടിച്ചിടുകയും ചെയ്യും. അപ്പോൾ നോക്കൂ നിങ്ങൾ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅതാ ബിഅൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലിൻ നാർ യൗമൽ ഖിയാമ ഫയുസ്ബഗു ഫിന്നാരി സുബ്ഗ സുമ്മ യുഖാലു യാ ഇബ്ന ആദം ഹൽ റഅയ്ത ഖൈറുൻ ഖത്തുൻ. ഞാൻ വേഗം അത് പറയാം. അഥവാ സ്വർഗാവകാശിയായ ആളുകളെ നരകാഗ്നിയിൽ കൊണ്ടുവന്നൊന്നു മുക്കും. അഥവാ നരകാഗ്നിയുടെ ആ ഭീകരത കാണിച്ചു കൊടുക്കും.
എന്നിട്ട് കൊടുത്തിട്ട് പറയും, നീ നരകം കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇതിന് മുമ്പ്? ഇല്ലാന്ന് പറയും. നമ്മളൊക്കെ ചിലപ്പോൾ അറിയാതെ പറയല്ലേ, തിങ്കളാഴ്ച ഞായറാഴ്ചയൊക്കെ കുറച്ചൊരു ഇടങ്ങേറ് പിടിച്ച ദിവസമാണെങ്കിൽ ഇന്നൊരു നരകതുല്യ ജീവിതമെന്നൊക്കെ. അതൊക്കെ മലയാളത്തിലൊരു പദം ഉണ്ടായിട്ട് വിവരമില്ലാതെ പറഞ്ഞു പോകല്ലേ. നമുക്ക് ചെറിയ 2-3 ബുദ്ധിമുട്ടോ ചിലപ്പോൾ ഞെരുക്കൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ നമ്മൾ പറയല്ലേ. അപ്പോൾ പിന്നെ 8:30 തുടങ്ങിയത്, നമ്മൾ എപ്പോഴാണ് അവസാനിപ്പിക്കൽ സാധാരണ? അല്ല 7:30 തുടങ്ങിയാൽ 8:30 അല്ലേ? അപ്പോൾ ഞാൻ വേഗം അവസാനിപ്പിക്കാം. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുക. സ്വർഗത്തെക്കുറിച്ച്, അപ്പോൾ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവനെ സ്വർഗം ഒന്ന് കാണിച്ചു കൊടുക്കും, സ്വർഗത്തേക്ക് കൊണ്ടുപോകണവനെ നരകം കാണിച്ചു കൊടുക്കും. ചോദിക്കും, ഇജ് സ്വർഗം ആസ്വദിച്ചു? ഇല്ല പഠിച്ചോനെ, ഞാൻ ഇപ്പോഴാണ് സ്വർഗം എന്താന്ന് കാണുന്നത്. നരകം ചോദിക്കും, ഇജ് നരകം കണ്ടുകണോ? ഇല്ല. ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഞാൻ വേഗം പറയുന്നത്, നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുക. സ്വർഗത്തെക്കുറിച്ച് കോളേജിൻ്റെ അത്യാഗ്രഹത്തിൻ്റെ പുറത്ത് അടിച്ചണേ ആ ഷീറ്റ് പായി കിടക്കുകയാണെങ്കിൽ പോലും നമുക്കതൊരു സ്വർഗമാണ് എന്നേ വിചാരിക്കുള്ളൂ. കാരണം 100 കണക്കിന് ആളുകൾ അവിടെ പോയി കിടക്കുന്നുണ്ട്. കോഴിക്കോട് മ്യൂഫ്യൂസിയൽ സ്റ്റാൻഡിൽ 11 മണിക്കൊക്കെ എത്തുന്ന ആളാണ് ഞാൻ. അവിടെ കുറേ ആൾ വിരിച്ച് കിടക്കണത് കാണാം. നമുക്കൊരു ദിവസം അങ്ങനെ വിരിച്ച് കിടക്കേണ്ടി വന്നാൽ ഞാൻ നരകത്തിലാണ് കിടക്കണതെന്ന് നമ്മൾ വിചാരിക്കൂല. അങ്ങനെയാണെങ്കിൽ മുസ്ദലിഫയിൽ ഉറങ്ങുന്ന 30 ലക്ഷം ആളുകൾ നരകത്തിലായിരുന്നു ഉറങ്ങേണ്ടിയിരുന്നത്. അവലൊക്കെ സ്വർഗത്തിലേക്കുള്ള കടത്തമാണ് കടന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ പരീക്ഷണങ്ങളും ആദ്യം നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ക്ഷമ അവലംബിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ക്ഷമ എപ്പോഴും നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കണം. ഇല്ലെങ്കിൽ ആദ്യം ദേഷ്യ വരിക, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ക്ഷമ വരിക. അപ്പോൾ തന്നെ എന്താവും ഒക്കെ അല്ലേ? ഓവർ സ്പീഡ് പോയിട്ട് MVD കയ്യാട്ടി 2000 ഫൈനിട്ടിട്ട് തലയിൽ മാന്തനീൻ്റെ മുമ്പ് സ്പീഡ് പോകുമ്പോൾ കരുതല്ലേ നമ്മൾ വേണ്ടത്. അതേപോലെ ഖബറിന്റെ അടുത്ത് കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. നബി തങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, മോളെ നീ ക്ഷമിച്ചുകൂടെ, നിനക്ക് തഖ്വ ഉൾക്കൊണ്ടുകൂടെ, ഇങ്ങനെ വാവിട്ട് കരയണോ? സ്ത്രീ പറഞ്ഞു, ഇലൈക അന്നി ഫഇന്നക ലം തുസബ് ബിമുസീബതി വലം തഅരിഫുഹു. പ്രവാചകരെ, ഈ വിപത്ത് നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ബാധിച്ചിട്ടില്ല, എന്നെയല്ലേ ബാധിച്ചത്, ഞാൻ തന്നെയല്ലേ കരയാ, നിങ്ങൾക്കിതിൽ കരയേണ്ടെന്ന് ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ എന്നും പറഞ്ഞു പോയി. ഫഖീലലഹ, എഴുന്നേറ്റപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, നിന്നോടാ പറഞ്ഞതാരാണെന്ന് നിനക്കറിയുമോ? അപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല. എങ്കിൽ ഇന്നഹു അന്നബിയു, അത് പ്രവാചകനായിരുന്നു. ഫഅതത് ബാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം തജിദ് ഇൻദഹു ബവാബീന. ആ സഹോദരി പ്രവാചകന്റെ വീട്ടുപടിക്കലേക്ക് ചെന്നു. അവിടെ കാവൽക്കാരെയോ അത് കൊണ്ടു നടക്കുന്നവരെയോ നോക്കുന്നവരെയോ ഒന്നും കണ്ടില്ല. ഫഖാലത്ത്, ആ പ്രവാചകരോട് ആ സ്ത്രീ പറഞ്ഞു, ലമ്മ അരിഫ്ക, പ്രവാചകരെ, ഞാൻ നിങ്ങളാണെന്നറിയാതെയാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഫഖാലൻ നബിയു, നബി പറഞ്ഞു, ഇന്നമസ്സബ്റു, ക്ഷമ എന്ന് പറയുന്നത് സ്വദമത്തിൽ ഊലാ, ക്ഷമ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ ഘട്ടത്തിലാണ്, ആദ്യ സന്ദർഭത്തിലാണ് വേണ്ടത്. നമ്മൾ കുടുംബജീവിതം തുടങ്ങി 3-4 കൊല്ലത്തിൻ്റെ ഇടയിലാണ് കാര്യമായിട്ട് ക്ഷമ വേണ്ടത്. തൊലാക്കൊക്കെ അപ്പളാ നടക്കുക, പിന്നെ അതിൻ്റെ അവസാനത്തിലും. അപ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ക്ഷമാലു ആവുന്നവർക്കാണ് വിജയമുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ക്ഷമിക്കുക അതിന് വേണ്ടത് എന്ന് വിചാരിക്കല്ല വേണ്ടത്. വിപത്ത് വരുമ്പോൾ എന്തു പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. വിപത്ത് വരുമ്പോൾ നോക്കൂ നിങ്ങൾ, മാ യുഖാലു ഇൻദൽ മുസീബ, വിപത്തുകളൊന്നു വന്നു, അടുത്തത് വന്നു, അതോടുകൂടി നമ്മൾ ചാർട്ട് ചെയ്യപ്പെട്ടു അല്ലേ? നമുക്ക് തന്നെയാണ് എല്ലാം മൂപ്പർക്ക് തന്നെയാണ്. നമ്മൾ പോയിട്ട് പറയുക, ഓലെ വീട്ടിലെ കാര്യം മഹാപരിതാപകരാണ്, അങ്ങനെയൊന്നും ഒരാളെ പറയരുത്. അതെന്തേ, വാപ്പ അപ്പുറത്ത് വെയ്യാതെ കിടക്കണ്, അപ്പുറത്ത് വെയ്യാതെ കിടക്കണ്, അന്തല്ലാത്തൊരു മകൻ പിരാന്തായി അപ്പുറത്ത് ചെങ്ങൽക്കിട്ടിക്കണ്, അതൊന്നും കണ്ടിട്ടൊരു മുഅ്മിൻ പറയാൻ പാടില്ല. മുഅ്മിൻ എപ്പോഴും എന്താ, അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ എന്നേ പറയാവൂ.
അന്നഹാ ഖാലത് സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ ഫയഖൂലു മാ അമറഹുല്ലാഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തു ബഖറ 186-ാമത്തെ വചനം. ആ വചനത്തിൽ നമ്മളോട് റസൂലുള്ള പഠിപ്പിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെന്ന് ആയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അജ്ർനി മിൻ മുസീബത്തി, മുസീബത്തിൽ നിന്ന് നീ എനിക്ക് അകലം തരണേ. വഖ്ലി ഫീ ഖൈറൻ മിൻഹാ, പകരം നീ എനിക്ക് ഖൈർ നന്മ തരണേ. ഇല്ലാ ഖലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അല്ലാഹു തരുന്നതായ നന്മയല്ലാതെ മറ്റൊന്നും തരാൻ ആരുമില്ല. ഖാലത്ത് പറഞ്ഞു, ഫലമ്മാ തുഫി അബൂ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഖുൽതു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കമാ അമറനി റസൂലുള്ളാഹ്, റസൂലുള്ള പറഞ്ഞതുപോലെ, ഫഅഖ്ലഫല്ലാഹു ലീ ഖൈറൻ മിൻഹു റസൂലല്ലാഹ്. അഥവാ അബൂ സലമയുടെ മരണ സന്ദർഭത്തിലും ഈ വിഷമത്തെക്കുറിച്ച് വന്ന സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളും അങ്ങനെ, നമ്മൾ മരണപ്പെടുമ്പോൾ മാത്രമാണ്. ഇപ്പം നമുക്കൊരു പറയാം, കോഴിക്കോട് ഇന്ന ആളൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് കൊണ്ടേക്കണ് പറഞ്ഞ് നമ്മൾ ഇന്നാ ലില്ലാഹി ചൊല്ലിയാൽ പറയും. മരിച്ചിട്ടില്ല, മരിച്ചാൽ മാത്രം ഇന്നാ ലില്ലാഹി ചൊല്ലാൻ പാടും. അങ്ങനെയല്ല, ഒരു വിപത്തുണ്ടായി, അറിഞ്ഞു, ഒരു ദുരന്തം ഗൾഫിൽ നടന്നു, നമ്മുടെ കുടുംബ ആക്സിഡൻ്റ് ആയിക്കണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിൻ്റെ ആശയവും അതിൻ്റെ പരപ്പും വിശദീകരിക്കാൻ സമയമില്ല. അത്രത്തോളം തഫ്സീറുകളിൽ അത് ധന്യമാണ്. ആ ദുരിതം വരുമ്പോൾ ചെല്ലാൻ പറഞ്ഞൊരു പ്രാർത്ഥന, ഒരായത്തല്ല, പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അർത്ഥവും അതിൽപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമുക്കെതിരെ ഒരിക്കലും ദുആ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ചിലപ്പോൾ നമുക്ക് ശാരീരികമായ അവശതകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എല്ലാവരും കൂടെ ആവുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റേതായ സങ്കടങ്ങൾ ഉണ്ടാവും. അതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത്, അതെല്ലാം കൂടി ഒരു ശല്യമായിട്ട് ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നത്. വെറുതെ ഈ ദുനിയാവിൽ ഇങ്ങനെ വല്ലാത്ത ഡയാലിസും കഷ്ടപ്പാടുമായിട്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമ്മളും പറയാൻ പാടില്ല, നമ്മളെ നോക്കണ കുടുംബക്കാരും പറയാൻ പാടില്ല. അത് നമ്മൾ വളരെ മുസ്ലിം ഉമ്മത്ത് വളരെ ശ്രദ്ധിക്കുന്നുണ്ടത്. രോഗമുള്ളവരെ ഒരു കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അവൻ പോയി കിട്ടുകയാണെങ്കിൽ ഒരു സമാധാനമാകുന്നതിന് സങ്കടമുണ്ട്, അതൊന്നും പറയരുത്. ഒക്കെ നമുക്ക് അള്ളാഹുവിനോട് പറയാം, രോഗത്തെ ചീത്ത പറയരുത്. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ ഉമ്മി സായിബ് ഔ ഉമ്മിൽ മുസയ്യിബ് ഫഖാല മാലകി യാ ഉമ്മ സായിബ് ഔ യാ ഉമ്മ മുസയ്യിബ് തുസഫ്സിഫീന ഖാലത്ത് അൽ ഹുമ്മാ. എന്താണ് ഇങ്ങനെ ആകപ്പാടെ കടന്ന് പടക്കണെന്ന് ആരോട് ചോദിച്ചു? ആരോടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്? ഉമ്മ സാഹിബിനോട് ചോദിച്ചു, സാഹിബിൻ്റെ ഉമ്മാനോട് ചോദിച്ചു, എന്താ അങ്ങനെ കടന്ന് പടക്കണ്? അപ്പോൾ പറഞ്ഞു, പനിയ, അങ്ങനെ പറയലേ, പനിയ, അങ്ങനെ പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, ലാ തുസുബി അൽ ഉമ്മ, താത്താ നിങ്ങൾ പന്നെ ചീത്ത പറയല്ലേ, ഫഇന്നഹാ തുദ്ഹിബു ഖതായാ ബനി ആദം, ആദമിൻ്റെ പുത്രന്മാരുടെ പാപങ്ങളെ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കമാ യുദ്ഹിബുൽ കീറു ഖബ്സൽ ഹദീദ്, ഒരു ഇരുമ്പ് പണിക്കാരൻ ചൂടിലേക്ക് ഇരുമ്പ് വെക്കുമ്പോൾ ആ ഇരുമ്പിൽ നിന്ന് മാലിന്യം പതച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ പനി കൊണ്ട് സിട്ടാവ് എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മരിച്ചു കിട്ടാൻ പൂതി വെക്കരുത്. ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത മിൻ ദുർരിൻ അസ്വാബഹു ഫഇൻ കാന ലാ ബുദ്ദ ഫാഇലൻ ഫൽയഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ നീ എന്ത് ചെയ്യരുത്, ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് ചെയ്തിട്ടുണ്ട്. പരീക്ഷണങ്ങൾ വരുമ്പോൾ മുൻകാല സ്വഹാബികളുടെയും പ്രവാചകന്മാരുടെയും ചരിത്രം വായിക്കുക, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക. പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കുന്നത് പല പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളെ കൊണ്ടാണ്. അതുകൂടിയാണ് അവസാനം 2 മിനിറ്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സന്ദർഭമുണ്ട്. കഅബ് ബിൻ മാലിക് യുദ്ധത്തിന് പോകുന്നതിൽ നിന്ന് അല്പം പിന്തി നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തി നിൽക്കുന്നതിനെക്കുറിച്ച് സൂറത്തു തൗബ അവതരിക്കപ്പെട്ടു.
സൂറത്ത് തൗബ അവതരിക്കപ്പെടുകയും പ്രവാചകൻ അല്പം ഒരു നീരസം പ്രകടിപ്പിക്കപ്പെടുകയും അദ്ദേഹത്തിന് സാമൂഹിക അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിൻ്റെ പേരിൽ ആയത്ത് അവതരിക്കപ്പെടുകയുമൊക്കെ ചെയ്തു എന്ന് കേട്ട സമയത്ത് കഅബ് ബിൻ മാലിക്കിൻ്റെ ഈ വിവരം അവിടുത്തെ രാജാവായിരുന്ന ഗസ്സാൻ അറിഞ്ഞു. ഗസ്സാൻ അറിഞ്ഞപ്പോൾ ഗസ്സാൻ ഒരു കത്തെഴുതി അദ്ദേഹത്തിന്. ആ കത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. മാർക്കറ്റിൽ ചെന്നപ്പോൾ ഈ ചൊരങ്ങയും മറ്റുള്ള അവിടുത്തെ കാർഷിക വിഭവങ്ങളും വിൽക്കുന്ന ഒരു ഒരമ്മ ഇങ്ങനെ ഒരു കടലാസുമായി നടക്കുകയാണ്. കഅബ് എന്ന് പറഞ്ഞ ആളെവിടെ, കഅബ് എന്ന് പറഞ്ഞ ആളെവിടെ, കഅബ് എന്ന് പറഞ്ഞ ആളെവിടെ. അപ്പോൾ കാണിച്ചു കൊടുത്തു, കഅബ് അവിടെ ഇരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു. ഇത് നിങ്ങൾക്ക് ഗസ്സാൻ രാജാവ് തന്ന കത്താണ് എന്ന് പറഞ്ഞു. ഗസ്സാൻ രാജാവ് അതിലെഴുതിയെന്താണെന്ന് അറിയോ? കഅബേ, നിന്നെ മുഹമ്മദ് അവഗണിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. നിന്നെക്കുറിച്ച് ദൈവത്തോട് പരാതി പറയുകയും നിന്നെ ഒഴിവാക്കപ്പെട്ടവനായും ഒറ്റപ്പെടുത്താനും തീരുമാനിച്ചതായി അറിഞ്ഞു. നീ കൊട്ടാരത്തിലേക്ക് വരിക, നിനക്ക് എല്ലാ പരിഗണനയും ഞാൻ നിനക്കൊരുക്കി വച്ചിരിക്കുന്നു എന്ന കത്ത് വായിച്ചു. കത്ത് വായിച്ച കഅബ് പതറിയില്ല. കാരണം മുഹമ്മദ് നബി ശരിയാ, ആയത്ത് എന്നാ മുസ്ലിം ആകാമെന്ന് വിചാരിച്ചേക്കല്ല. അവ ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ആദ്യം ചെയ്യുന്ന ഈ കടലാസ് വലിച്ച് കീറിയൊരൊറ്റേറിഞ്ഞിട്ട് വീണ്ടും പോവുകയാണ് പള്ളിക്ക്. അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, പടച്ചോനെ എന്ത് പരീക്ഷണം വന്നാലും ഞാൻ പ്രലോഭനത്തിൽ നിന്ന് വഴങ്ങൂല, നീ തൗബ ചെയ്യണേ. ആ തൗബ സ്വീകരിക്കപ്പെട്ടതിൻ്റെ സന്തോഷമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു താളായി നിലനിൽക്കുന്നത് എന്നുകൂടി. പരീക്ഷണങ്ങൾ പലതും വരാം. ചിലപ്പോൾ കുടുംബപരമാകാം, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആകാം, ചിലപ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ, സൗന്ദര്യമുള്ള സ്ത്രീകൾ നമ്മളെ ഫോണിൽ വിളിച്ചിട്ടോ ഒക്കെ ആകാം. എന്തു വന്നാലും റബ്ബാണ് വലുത്, ആ പരീക്ഷണമാണ് എനിക്ക് വലുത്, അവിടെ എനിക്ക് പതറാൻ പാടില്ല എന്ന നമ്മളുടെ നിശ്ചയദാർഢ്യം, ആ ദാർഢ്യം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവ്വവിപത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പടച്ച റബ്ബിൻ്റെ പരീക്ഷണഘട്ടത്തിൽ പതറാതിരിക്കുവാനും ക്ഷമിക്കുവാനും അള്ളാഹു നമുക്ക് കരുത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, വലിയ പ്രയാസങ്ങൾ നേരിടുന്ന രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ റബ്ബേ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗ്ഗം നൽകണേ റബ്ബേ. അള്ളാഹു മഗ്ഫിർ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയമൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.